നമുക്ക് ഒരുപാട് റിക്വസ്റ്റും അതുപോലെ തന്നെ ഒരുപാട് കമൻസും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കി തരും, ഫണ്ടഡ് അക്കൗണ്ട് കേട്ട് 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 മടുത്ത്. അതെന്താന്ന് പറഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് ഭൂരിഭാഗവും ട്രേഡിങ് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി പഠിക്കുമോ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു ഡിസിപ്ലിൻ ട്രേഡിങ്ങോ അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തവരെ, ഫോളോ ചെയ്യാൻ പറ്റാത്തവരാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് എന്താണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഈ നമുക്ക് നോർമൽ അക്കൗണ്ടും ഫണ്ടഡ് അക്കൗണ്ടിലും ട്രേഡ് ചെയ്യുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മളിപ്പം കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ, ട്രൂസൻസിൻ്റെ TMC അഡ്വാൻസ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ എൻക്വയറിൽ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ ഒരു കോഴ്സ് വെക്കുക എന്നുള്ളതല്ല ട്രൂസൻസിൻ്റെ പണി. നമ്മൾ ആക്ച്വലി ട്രേഡേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഈ ഒരു കോഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്താ പറയുക, ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ജെനുവിനായിട്ട് നമുക്ക് ഈ ട്രേഡ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പീരിയൻസ്, നമുക്കിപ്പോൾ 100% കാര്യങ്ങൾ അറിയുമെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. നമുക്കറിയാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ നമ്മളുടെ ട്രേഡിംഗ് ലൈഫിൽ നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഫാക്ട്സാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അതിൽ സാധാരണ അക്കൗണ്ട് ട്രേഡിങ്ങും ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് എന്താ പറയുക, ഒരു കോഴ്സ് വെക്കുക കാര്യങ്ങളാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷേ അതിൽ കാര്യമില്ല ബ്രോ. അത് എന്താ പറയുക, എന്താണ് ഇതിൻ്റെ ഫാക്റ്റ് എന്ന് ആൾക്കാരെ അറിയണം. കാരണം ഇത് അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, എന്നാൽ പോലും അവരെക്കാട്ടിയും കൂടുതലാണ് അറിയാത്ത ആൾക്കാർ. അപ്പോൾ അവർക്കുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അറിവുള്ള ആൾക്കാരല്ലേ അത് പറഞ്ഞു കൊടുക്കുമല്ലോ. ആക്ച്വലി ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണത്തിന് നമുക്കൊരു $1000 കയ്യിലുണ്ടെങ്കിൽ നോർമൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് $1000 നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, നല്ലൊരു കാര്യം. പക്ഷേ ഫണ്ടഡ് അക്കൗണ്ട് ആകുന്ന സമയത്ത് നമുക്കൊരു $1000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് $1,00,000 അല്ല $2,00,000 നമുക്ക് അക്കൗണ്ട് അവർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട്. അപ്പോൾ വെറുതെ അവർ തരുമോ നമുക്ക്? അവരെന്താ മണ്ടന്മാരാണോ? ഒരിക്കലല്ല. സോ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് ആയാലും ഏത് കമ്പനിക്കാരായി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഫണ്ട് കാര്യങ്ങളൊക്കെ തന്നിട്ട് ട്രേഡ് ചെയ്യാൻ തരുന്നുണ്ടെങ്കിൽ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് നന്നാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമുക്കിപ്പം ഫണ്ടഡ് അക്കൗണ്ട് ഇപ്പം കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ കുഞ്ഞ് കേരളത്തിലായി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്നുണ്ട്. അതിൽ 100-ൽ 5% ആൾക്കാർ, 5 ആൾക്കാർക്ക് മാത്രമേ ഇതിൽ പ്രോഫിറ്റബിളായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇതിൽ ഒരുപാട് റൂൾസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ആ ഒരു 5% ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ എന്താ പറയുക, നമുക്ക് 100-ൽ ഒരു 2% 3% മാത്രമേ ഈ ഒരു വിഡ്രോവൽ സക്സസ്ഫുള്ളി കൃത്യമായിട്ട് ഫുൾ എമൗണ്ട് കിട്ടുന്നുള്ളൂ. ഫുൾ എമൗണ്ട് കിട്ടുന്ന 3% ഉണ്ടാവില്ല, 2% ആയിരിക്കും. കാരണം ഇതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. ഫണ്ടഡ് അക്കൗണ്ടും നോർമൽ അക്കൗണ്ടും നോക്കുന്ന സമയത്ത് നോർമൽ അക്കൗണ്ടിൽ നമുക്ക് ലോട്ട് സൈസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്യാപിറ്റലിൽ ഇപ്പം ഉദാഹരണത്തിന് ഒരു $1000 ഉണ്ടെങ്കിൽ നമുക്കൊക്കെ കൃത്യമായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മൈക്രോ ലോട്ട് 0.01 ലോട്ട് സൈസ് ആയാലും 0.10 ആയാലും 0.05 ആയാലും, ഇനിയിപ്പോൾ നല്ല എൻട്രീസ് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ 0.50 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണേലും ലോട്ട് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. 1 ലോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് ആകുന്ന സമയത്ത് നിശ്ചിത ലോട്ട് സൈസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അതിന് ലോട്ട് സൈസ് കൺസിസ്റ്റൻസി എന്ന് പറയും. അതിപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി അടുത്തത്, നമുക്ക് ഒരു $1000 വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ എത്ര പെർസെൻറ്റേജ് വേണമെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ച് കയറി വരാം. നമുക്കിപ്പം $1000 ഉദാഹരണത്തിന് നമുക്കൊരു $100 ചുരുങ്ങി, പിന്നീട് നമ്മൾ നല്ല ഒരുപാട് എൻട്രികൾ ഉപയോഗിച്ചുകൊണ്ട് അത് തിരിച്ച് കയറി നമ്മുടെ ഒരു എന്താ പറയുക ഇക്വിറ്റി, ആ ഒരു ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിന് ഡ്രോ ഡൗൺ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു റൂള് ഉണ്ട് ഫണ്ടഡ് അക്കൗണ്ടിൽ. അപ്പോൾ ആ ഒരു നിശ്ചിത ശതമാനം താഴേക്ക് ലോസ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു $1000 മുകളിൽ നമ്മളൊരു $1000 വീണ്ടും ഉണ്ടാക്കി, പക്ഷേങ്കിൽ അതിൽ നിന്ന് ഒരു $500 $1000 നമ്മൾ കുറഞ്ഞു വന്ന് നമ്മുടെ ക്യാപിറ്റൽ വീണ്ടും $1000 തന്നെ ആയി. നമുക്ക് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഫണ്ടഡ് അക്കൗണ്ടിൽ നമ്മൾ ഓവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് താഴേക്ക് വന്നാൽ പോലും ചില സമയത്ത് ഒരു പെർസെൻറ്റേജ് വൈസ് താഴെയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകും. എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ട് വാങ്ങാൻ കൊടുത്ത ഡോളേഴ്സും എല്ലാം നമ്മൾ പാസ്സാക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അങ്ങ് പോയി കിട്ടും. അതിന് ഡ്രോ ഡൗൺ എന്ന് പറയും. ഡ്രോ ഡൗൺ തന്നെ നമുക്ക് ഡെയിലി ഡ്രോ ഡൗൺ, ഓവറോൾ ഡ്രോ ഡൗൺ, റിലേറ്റീവ് ഡ്രോ ഡൗൺ തുടങ്ങിയിട്ട് ഒരുപാട് ഡ്രോ ഡൗൺസ് ഉണ്ട്. ഇപ്പം ഇതിന് മുന്നേ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ, കാണാത്തവരെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോട്ട് ചെയ്തൊരു കാര്യം, നമുക്ക് സ്കാൾപ്പേഴ്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? നമുക്ക് ഒരു സമയത്ത് നല്ലൊരു എൻട്രി കാര്യങ്ങൾ ന്യൂസ് ടൈമൊക്കെ ചില സമയത്ത് കൈത്തരിക്കുന്ന സമയം നമ്മൾ ചടപടോന്ന് പറഞ്ഞിട്ട് ട്രേഡ് ഇടും. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും. എസ് എൽ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പടപടാന്ന് പറഞ്ഞിട്ട് ട്രേഡ് ഇട്ട് കളിക്കാറുണ്ട്. അപ്പോൾ
അത് നോർമൽ അക്കൗണ്ടിൽ അത് പോസിബിളാണ്. പക്ഷേങ്കിൽ ഫണ്ടഡ് അക്കൗണ്ടിൽ പോസിബിളാണോ ചോദിച്ചാൽ അത് പോസിബിളാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ അതിൽ നല്ല പ്രോഫിറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. പക്ഷേങ്കിൽ അവർ ആ പ്രോഫിറ്റ് തരില്ല. കാരണം ടൈം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂളും കൂടി ഭൂരിഭാഗം ഫണ്ടഡ് അക്കൗണ്ട്സും വെക്കുന്നുണ്ട്. എന്താണ് ടൈം കൺസിസ്റ്റൻസി എന്നുള്ളത് ഞാൻ വീഡിയോ വേറെ തന്നെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അതും ഒരു പണിയാണ് ഇവിടെ ഫണ്ടഡ് അക്കൗണ്ടിൽ. പിന്നെ അടുത്തത് ഒരു പോയിന്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഉണ്ടാക്കിയ പ്രോഫിറ്റ് വിഡ്രോ. അപ്പോൾ നമുക്ക് നോർമൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പോലെ നമുക്ക് അന്നന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഇപ്പോൾ ഓക്കെ നമ്മൾ ഇന്ന് കഷ്ടപ്പെട്ട ഒരു $1000 ക്യാപിറ്റൽ വെച്ചിട്ട് അതിലൊരു $100 പോട്ടെ, അപ്പോൾ ഒരു $10 $15 പ്രോഫിറ്റ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കി. ഇന്ന് വൈകുന്നേരം നമുക്കത് വിഡ്രോ ചെയ്യാം. വിഡ്രോയിൽ കൊടുത്ത് നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ഓരോ ബ്രോക്കേഴ്സിൻ്റെ നിയമം അനുസരിച്ച് എത്രയും പെട്ടെന്ന്, ഇപ്പോൾ നമുക്കൊക്കെ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ വിഡ്രോയിൽ കിട്ടുന്നുണ്ട്. അതൊരു ഇത് ബുദ്ധിമുട്ടില്ല, അവൻ്റെ അക്കൗണ്ടിൽ തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിപ്റ്റോയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഫണ്ടഡ് അക്കൗണ്ട് ആകുന്ന സമയത്ത് നമുക്ക് മിനിമം ട്രേഡിങ്സ് ഡേയ്സ് ഉണ്ടാവും. ചിലതിന് 1 വീക്ക് ഉണ്ടാവും, ചിലതിന് 21 ഡേയ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ 30 ഡേയ്സ് ഉണ്ടാവും. അത് മിനിമം ട്രേഡിംഗ് ഡേയ്സ് ആണ്. അതിനുശേഷം നമ്മൾ വിഡ്രോയിൽ കൊടുത്തതിന് ശേഷം അവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണം. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ മാത്രമല്ല അവരുടെ ഒരുപാട് ചെക്കിംഗ് ഉണ്ടാവും. ഈ പറഞ്ഞ കൺസിസ്റ്റൻസി റൂൾസ് കാര്യങ്ങളകത്ത് ഇത് നിങ്ങളെടുത്തിരിക്കുന്ന ലോട്ട് സൈസ്, അതിൻ്റെ ടൈം, അതിൻ്റെ പ്രോഫിറ്റ്, അതിൻ്റെ പെർസെൻറ്റേജ് വൈസ് എവറിത്തിങ് അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർ കുനിയണം, അല്ല അവർ കനിയണം ആ പ്രോഫിറ്റ് കിട്ടണ്ടെങ്കിൽ. പക്ഷേ മിക്കവാറും നമ്മളായിരിക്കും കുനിയേണ്ടി വരിക അവരുടെ സ്വഭാവം അനുസരിച്ചിട്ട്. കാരണം എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് തരാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും, എങ്ങനെയൊക്കെ നിങ്ങളുടെ പൈസ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നതാണ് ഈ പ്രോഫിറ്റ്. അപ്പോൾ അതിൽ എങ്ങനെ അവർക്ക് പിടിക്കാൻ വേണ്ടി പറ്റുമെന്ന് മാത്രമേ അവർ നോക്കുള്ളൂ. ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിഡ്രോവലിൽ തന്നെ വേറൊരു വലിയൊരു ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമുക്കിപ്പം ഭൂരിഭാഗം ബ്രോക്കേഴ്സിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു $1000 ട്രേഡ് ചെയ്യുന്നതിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് കൊളാബ് ചെയ്യുന്ന, അവരുമായിട്ട് ടൈപ്പ് ഉള്ള ലോക്കൽ ബാങ്കേഴ്സ്, അപ്പോൾ ലോക്കൽ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് പൈസ വരുന്നത്. പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിൽ തന്നെ അവരെ കണക്ട് ചെയ്തിട്ട് പൈസ അയക്കും. ആ ഇന്ത്യൻ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ വരുന്നത്. അവനവൻ്റെ ബാങ്കിലേക്കാണ് തന്നെ. ക്രിപ്റ്റോ ആണെങ്കിൽ സീനില്ല, നമ്മുടെ ഡയറക്റ്റ് തന്നെ ക്രിപ്റ്റോ വാലറ്റിലേക്ക് വരും. നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാം നമ്മുടെ ഇഷ്ടം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ പക്ഷേങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിനെക്കൊണ്ട് കുഴപ്പമില്ല, നോർമൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഭൂരിഭാഗം ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ കാര്യത്തിലും അവർ ഡയറക്റ്റ് ഫോറിൻ അക്കൗണ്ട്സ് നിന്നാണ് നമ്മുടെ ഇന്ത്യൻ ബാങ്കിലേക്ക് ഈ ഒരു എമൗണ്ട് വരുന്നത്. അപ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറിൻ അക്കൗണ്ട്സിൽ നിന്ന് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന സമയത്ത് ചില ലീഗൽ ടേംസ് നമുക്ക് നമ്മുടെ സമയം നല്ലതാണ് എങ്കിൽ, വളരെ നല്ലതാണ് എങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ലീഗലി നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വേറെ ഒന്നും ചെയ്യുന്നില്ല, അവരുടെ അക്കൗണ്ട് നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു വർക്കറാണ്, നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ പോലും ചില സമയത്ത് ലീഗൽ ഇഷ്യൂസ് നമുക്ക് നേരിടേണ്ടി വരാം. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ്സ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ അറിവുകൾ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. ഇതിൻ്റെയൊക്കെ കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്ന സംഭവം പൊളിയാണ്, ബ്ലാസ്റ്റാണ്. നമ്മളും ഒരുപാട് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഫണ്ടഡ് അക്കൗണ്ട് ത്രൂ തന്നെയാണ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേങ്കിൽ ഈ ഒരു സമയത്ത് ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ US ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട്, ഇപ്പം ലൈക്ക് ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട്, നല്ല നല്ല ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടായി, നല്ല പേരിൽ ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട്സ്. അപ്പോൾ അവരൊക്കെ ക്ലോസ്ഡായി വരികയാണ്, അവരൊക്കെ വർക്കിംഗ് നിർത്തി. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എല്ലാ ഫണ്ടഡ് അക്കൗണ്ടിനെയും പറയുന്നില്ല, എന്നാൽ പോലും ഭൂരിഭാഗം ഫണ്ടഡ് അക്കൗണ്ട്സിൽ ഫ്രോഡത്തരം കയറി പിടിമുറുക്കിയിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ വിഡ്രോയിൽ കൊടുക്കാതിരിക്കുക, പ്രോഫിറ്റ് കൊടുക്കാതിരിക്കുക, അക്കൗണ്ട് ബ്രീച്ച് ഔട്ടായി എന്ന് പറയുക. അപ്പോൾ ബ്രീച്ച് ഔട്ട് മീൻസ് അവരുടെ റൂൾസ് വയലേറ്റായി, അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആയി, നമുക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ട്രേഡ് കൊടുക്കുന്ന സമയത്ത് ഡിസേബിൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അതിനാണ് ബ്രീച്ച് എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കുക. കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ബ്രീച്ച്ഡ് എന്നുള്ള പദമാണ് അവർ ഉപയോഗിക്കുക, മെയിലിൽ വരിക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഈ ഇപ്പം നൗ ഡേയ്സ് ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമ്പാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ട്രേഡിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ആക്കുക, അതാണ് ഏറ്റവും വലിയൊരു പോം വഴി. അപ്പോൾ നമ്മൾ നോർമൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. പക്ഷേങ്കിൽ നമുക്ക് ഒന്നല്ല എങ്കിൽ നമ്മുടെ കാലഘട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നിന് വിടെ അതിന് മേലെ ഉള്ള സാധനങ്ങളാണ് എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ടെക്നോളജീസും കാര്യങ്ങളും നമുക്കുള്ള സൗകര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നല്ലത് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഡേയ്സിലും ഈ ഫണ്ടഡ് അക്കൗണ്ടിനെക്കാട്ടിയും കൂടുതൽ നല്ല രീതിയിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരാം. അപ്പോൾ നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് നമ്മുടെ ട്രേഡിംഗ് സ്കില്ല് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വാർഫീൽഡിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നമുക്ക്
നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇനി ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം ലൈവ് അക്കൗണ്ട്, ഡെമോ അക്കൗണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ഡെമോ അക്കൗണ്ടിൽ എനിക്ക് പാസ്സാക്കി തരുമോ, ലൈവ് അക്കൗണ്ടിൽ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും. സംഭവം നടപടിയാകുന്ന കേസല്ല. അപ്പോൾ അതെന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ള നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കൂട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ, ഒരുപാട് പ്രോഫിറ്റബിൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.